Good morning, all. Good morning, ma'am. Morning, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ 11 ആംബുലൻസ് സർവീസസ്. ഓക്കെ, ടെക്സ്റ്റിലെ ചാപ്റ്റർ ഒക്കെ എടുത്ത് റെഡി ആവാം. ഓക്കെ, അപ്പൊ ആംബുലൻസ് സർവീസസ് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ആംബുലൻസുകളെ കുറിച്ചാണ് അല്ലെ. നമുക്കറിയാം ഒരു മെഡിക്കൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വാഹന വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി എല്ലാവരും ആംബുലൻസ് കണ്ടിട്ടുണ്ടാകും അല്ലെ. കാണാത്തവരായിട്ട് ആരുമില്ലല്ലോ. ആരെങ്കിലും ഒരു ആംബുലൻസ് കാണാത്തവര് ഉണ്ടോ? നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ റോഡിൽ കൂടെ ആംബുലൻസുകൾ പോകുന്നത് കാണാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അറ്റ്ലീസ്റ്റ് നമ്മൾ ആംബുലൻസ് പോകുമ്പോ അല്ലെ, ദൈവമേ നമുക്ക് അറിയില്ലാത്ത ആരെങ്കിലും ആയിക്കോട്ടെ, ആരും ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാറില്ലേ? മനസ്സിലൊന്ന് നമ്മള് ദൈവമേ എന്നെങ്കിലും വിളിക്കാറുണ്ടോ? നമ്മുടെ ഒരു മനുഷ്യത്വമുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ റോഡിൽ കൂടി ഒരുപാട് ടൈപ്പ് ആംബുലൻസുകൾ പോകാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഈ ആംബുലൻസിന്റെ പേരുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആംബുലൻസിന്റെ പേരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ടാകും അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആരും ശ്രദ്ധിച്ചിട്ടില്ല? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങള്? ക്ലിയർ ആണോ പറയുന്നത്? എനിക്ക് കേൾക്കാൻ പറ്റാഞ്ഞിട്ടാണോ റെസ്പോണ്ട് ചെയ്യാത്തത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ, റെസ്പോണ്ട് ചെയ്യൂ. ചോദിക്കുന്നതിന് ഒന്നുകിൽ യെസ് ഓർ നോ അല്ലെങ്കിൽ ഒരു തമ്പ് ചെയ്യാം. ക്ലാസ്സിൽ വരുന്നോണ്ടാണോ? കേറുന്നുള്ളൂ കുറച്ച് പേര്. ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ആംബുലൻസ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ആംബുലൻസുകൾ നിങ്ങൾ കാണാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അധികം ആംബുലൻസുകളെ കുറിച്ച് അറിവൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ ആംബുലൻസ് പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് നമുക്ക് ആംബുലൻസുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ്, ദെൻ അതിന്റെ എന്തൊക്കെയാണ് ആംബുലൻസിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റോട് കൂടി ഇരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലാത്തൊരു ഏരിയ ആയിരിക്കാം. അതിനെ കുറിച്ച് കൂടുതൽ അറിവ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഇതൊരു എക്സാം എഴുതി ജയിക്കാൻ മാത്രമുള്ള അറിവല്ല നമുക്ക് കൊടുത്തിറങ്ങുമ്പോൾ. ഇനി ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആംബുലൻസിന് പോകുന്നത് ശ്രദ്ധിക്കോ? നോക്കൂ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും പഠിച്ചു കഴിയുമ്പോൾ നോക്കണം കേട്ടോ. ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ശ്രദ്ധിക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങള്. നമുക്കിനി ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇൻട്രൊഡക്ഷൻ. ആംബുലൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. An ambulance is a medically arranged vehicle which transport patients to treatment facility such as hospital. Ambulance എന്ന് പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. An ambulance is a medically arranged vehicle which transport patients to treatment facilities such as hospitals. ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ. പക്ഷേ ആംബുലൻസിനുള്ളിൽ മെഡിക്കലി അറേഞ്ച്ഡ് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് ഇപ്പൊ പേഷ്യന്റിന് നമ്മൾ ഹോസ്പിറ്റലിലേക്കും മറ്റു ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകാനാണ് ആംബുലൻസ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ആംബുലൻസിന്റെ ഉള്ളിൽ മെഡിക്കലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അല്ലെ, പേഷ്യന്റിന് വേണ്ടുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ആണ്. എന്തിനു വേണ്ടി? പേഷ്യന്റിനെ ട്രീറ്റ്മെന്റിന് വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യാം. ഹോസ്പിറ്റലുകളിലേക്കും മറ്റ് ഏതെങ്കിലും ട്രീറ്റ്മെന്റ് സെന്റേഴ്സുകളിലൊക്കെ പേഷ്യന്റിനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾ ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ആംബുലൻസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ ആണ്. നമുക്ക് ആ വായിക്കുമ്പോൾ തന്നെ അത് പഠിച്ചു കൂടി പോകാൻ പറ്റുന്നതാണ്. മെഡിക്കൽ അറേഞ്ച്ഡ് എക്യുപ്മെന്റ്, അറേഞ്ച്ഡ് വെഹിക്കിൾ. ഓക്കെ, then typically out of hospital medical care is given to the patient during transport അല്ലെ. അതായത് നമ്മൾ എന്താണ് ഔട്ട് ഓഫ് മെഡിക്കൽ കെയർ നമ്മൾ ട്രാൻസ്പോർട്ടിന്റെ ടൈമിൽ, ഇപ്പൊ പേഷ്യന്റിന്റെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ടൈമിലാണെങ്കിലും പേഷ്യന്റിന് മെഡിക്കൽ കെയർ ലഭിക്കുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിന്റെ ഉള്ളിൽ വെച്ച് പേഷ്യന്റിന് പരിചരണം ലഭിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കിട്ടുന്നുണ്ടോ? മെഡിക്കൽ കെയർ ലഭിക്കില്ലേ? ഇപ്പൊ നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് അല്ലെ. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്യൂബ് കിട്ട പേഷ്യന്റ് ആയിരിക്കും, ചിലപ്പോൾ ഓക്സിജൻ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തത്. സോ നമുക്ക് ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റലിന് പുറത്ത്
നമുക്ക് ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ടിലും ആംബുലൻസിന്റെ ഉള്ളിലുള്ള പേഷ്യന്റിന് മെഡിക്കൽ കെയർ ലഭിക്കുന്നു. Then ambulances are used to react to medical emergencies by emergency medical services. Underline ചെയ്യണം EMS. ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ആംബുലൻസ് എന്താണ് എമർജൻസി എമർജൻസി മെഡിക്കൽ സർവീസ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനമാണ്. EMS എമർജൻസി മെഡിക്കൽ സർവീസ് എന്നാണ് EMSന്റെ ഫുൾ ഫോം. Okay. They can swiftly transport paramedics and other first responders to scene, carry equipment for administrating emergency care, and transport patient to hospital or other definitive care. Swiftly transport ആണ് ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? വളരെ സ്ലോയിലാണ് ആംബുലൻസ് പോകുന്നത്. അങ്ങനെയാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോർമലായിട്ട് ആംബുലൻസ് എങ്ങനെയാണ്? വളരെ വേഗത്തിലാണ് അല്ലെ? സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ട് ആണ്. കാരണം എന്താണ്? എത്രയും പെട്ടെന്ന് പേഷ്യന്റിന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലെ? അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റും കണ്ടിട്ടില്ലേ, ആംബുലൻസ് ഡ്രൈവർ ഇത്ര മണിക്കൂറുകൾ കൊണ്ട് ഇത്ര ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ കുഞ്ഞുങ്ങൾ ട്രീറ്റ്മെന്റിന് വേണ്ടി എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ? അപ്പൊ ഏറ്റവും സ്വിഫ്റ്റ്ലി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് ആണ് ആംബുലൻസ് എന്ന് പറയുന്നത്. Then they can swiftly transport paramedic and other first responder to scene. അല്ലെ? ആംബുലൻസിന്റെ ഉള്ളില് പാരാമെഡിക്സ് ഉണ്ടാവും. പാരാമെഡിക് എന്ന് പറഞ്ഞാൽ ആരാണ്? പാരാമെഡിക് കേട്ടിട്ടുണ്ടോ? പാരാമെഡിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മെഡിക്കൽ വർക്കിൽ ട്രെയിനഡ് ആയിട്ടുള്ള എമർജൻസി പേഷ്യൻസിന് നോക്കാനായിട്ട് ട്രെയിനഡ് ആയിട്ടുള്ള വ്യക്തികളാണ് പാരാമെഡിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ക്യാരി എക്യുപ്മെന്റ്സുകൾ ഉണ്ടാകും. പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവാം, ഓക്സിജൻ ഉണ്ടാകാം, മറ്റ് പല രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ ആംബുലൻസിൽ അവൈലബിൾ ആണ്. Then emergency care and transport patient to hospital or other definitive care. അതായത് പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡെഫിനിറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയറിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാനായിട്ട് വളരെ സേഫ്റ്റി ആയിട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മെഡിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആംബുലൻസ് എന്നുള്ള ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? മെഡിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനമാണ്. ദെൻ ആംബുലൻസിന്റെ ഉള്ളില് പേഷ്യൻസിന് പരിചരണം ലഭിക്കുന്നു, പാരാമെഡിക് ഉണ്ടായിരിക്കും. ദെൻ സ്വിഫ്റ്റ്ലി ട്രാൻസ്പോർട്ട് ആണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിലോ മറ്റേതെങ്കിലും ഡെഫിനറ്റീവ് ആയിട്ടുള്ള കെയറിലോട്ടും നമുക്ക് പേഷ്യൻസിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം, മനസ്സിലാക്കി വായിക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. മനസ്സിലാക്കി വായിക്കുക, സിമ്പിൾ ആണ് കേട്ടോ. അർജുൻ എന്താ ഡൗട്ട് ചോദിച്ചോളൂ. ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വരുന്നുള്ളൂ. ജസ്റ്റ് ആ ഔട്ട്ലൈൻ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. വായിച്ച് കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ, ക്ലിയർ ആണോ? ഓ അർജുൻ, അതാണോ ഡൗട്ട്? ഞാൻ വിചാരിച്ചു ഇൻട്രൊഡക്ഷൻ മാത്രം നമ്മൾ വായിച്ചോളല്ലോ, അതിന്റെ ഇടയിൽ ഡൗട്ട്സ് വന്നോ എന്ന്. ഹോളിഡേയ്സ് ഒക്കെ പറയാം കേട്ടോ. ഓക്കെ, അല്ല ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇൻട്രൊഡക്ഷനിൽ ഡൗട്ട് വന്നോന്ന് വിചാരിച്ചു. ഓക്കെ, ഹോളിഡേയ്സ് പറയൂ കേട്ടോ, പേടിക്കണ്ട. ഹോളിഡേയ്സ് ഒക്കെ തരാം, ഓണമൊക്കെ ആഘോഷിക്കാനായിട്ട് ദിവസങ്ങളൊക്കെ ഉണ്ട് എന്തായാലും. ഓക്കെ, ഇൻഫോർമേഷൻ മെസ്സേജ് ഇൻഫോർമേഷൻ തരാം കേട്ടോ. ഓക്കെ,
Then second paragraph നോക്കുക. The term ambulance comes from the Latin word ambulare, meaning to walk or move about. Underline ചെയ്യാ, example ചോദിക്കാനുള്ള question ആണ്. The term ambulance comes from the Latin word. Ambulance എന്നുള്ളൊരു വേർഡ് ഒറിജിൻ ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ambulare എന്നാണ്. ambulare അണ്ടർലൈൻ ചെയ്യാ, ലാറ്റിൻ വേർഡ് ambulare, which means ambulare എന്നുള്ള വാക്കിന്റെ അർത്ഥം to walk or move about. To walk, നടക്കുക അല്ലെങ്കിൽ move about, നീങ്ങുക എന്നുള്ളൊരു അർത്ഥമാണ് ambulare എന്നുള്ള വാക്കിനുള്ളത്. സോ ഈ ambulare എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ആംബുലൻസ് എന്നുള്ള ഒരു ടേം ആയിട്ട് മാറിയത്. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. The term ambulance ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ambulare എന്നാണ്. മീനിങ് എന്താണ്? To walk or to move about. To walk or move about, നീങ്ങുക നടക്കുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. അണ്ടർലൈൻ ചെയ്തു എല്ലാവരും? Okay, then which is reference to early medical care where patients were carried by lifting or wheeling. എന്റെ അർത്ഥം എന്താണ്? നടക്കുക നീങ്ങുക എന്നുള്ളൊരു മീനിങ് വരുന്നത് പഴയ കാലത്ത്, പണ്ട് കാലത്ത് ഏർലി ടൈമില് ഇതുപോലെ ആംബുലൻസ് എന്ന് പറഞ്ഞൊരു വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല. അറിയോ? അങ്ങനെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഒക്കെ പിന്നീട് കുറെ എന്താണ് ഡെവലപ്മെന്റ് ഒക്കെ വന്നു, മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആംബുലൻസ് എന്നുള്ളൊരു മെഡിക്കൽ വാഹനം വന്നത്. അതിക്ക് മുൻപ് ഇതുപോലെ പണ്ട് പഴയ കാലങ്ങളിൽ ഇതുപോലെ ആംബുലൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇതുപോലെ സീരിയസ് ആയിട്ടൊക്കെ വരുമ്പോ പേഷ്യന്റിലേക്ക് ആളുകളെ ലിഫ്റ്റിംഗ് ഓർ വീലിംഗ് എടുത്തുകൊണ്ടൊക്കെ അല്ലെങ്കിൽ ഉന്തുവണ്ടി കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയായിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ. നിങ്ങൾ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ? ആളുകൾ എടുത്തുകൊണ്ടൊക്കെ ഇപ്പൊ എന്താ പറയാ, ഇങ്ങനെ വണ്ടികളൊന്നും ഇല്ലാത്തൊരു സാഹചര്യങ്ങളില് പണ്ട് കാലത്ത് അല്ലെ ആളുകളൊക്കെ എടുത്തുകൊണ്ടൊക്കെയാണ് പോകുന്നത്. എടുത്തുകൊണ്ട് കുറേ ദൂരത്തിൽ എടുത്തുകൊണ്ട് ഓടിയൊക്കെയാണ് ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കുന്നത് അല്ലെ? അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് to walk or move about എന്ന് ambulare മീനിങ് വരുന്നത്. Okay, there are so many types of ambulance. അപ്പൊ പലതരത്തിലുള്ള പല ടൈപ്സ് ആംബുലൻസുകൾ ഉണ്ടെന്ന്. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ആംബുലൻസുകൾ, റോഡ് ഗോയിങ് ആംബുലൻസസ് അല്ലെ, റോഡിൽ കൂടി തന്നെ പോകുന്ന പല ടൈപ്പ് ആംബുലൻസസുകൾ ഉണ്ട്. നമ്മൾ റോഡ് ഗോയിങ് ആയിട്ട് നമ്മൾ റോഡിലൂടെ കാണുന്ന ആംബുലൻസുകൾ. എക്സാമ്പിൾ ആണ് വാൻസ്. ടെക്സ്റ്റ് ബുക്കിൽ വാൻ എന്ന് തന്നെയാണോ? എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കണേ. വാൻ ആണോ? VANS ആണോ? അങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ലല്ലോ. ഓക്കെ, റോഡ് ഗോയിങ് ആംബുലൻസസിൽ പറയുന്നതാണ് വാൻസ് ഉണ്ട്, മോട്ടോർ സൈക്കിള്, ബൈസൈക്കിൾ, ബസ്സസ്. അത് മോട്ടോർ സൈക്കിളും ബൈസൈക്കിളും ചിലപ്പോൾ നമ്മളുടെ ഇവിടെ കാണുന്നില്ല, എങ്കിലും ചിലപ്പോൾ വേറെ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഉണ്ടെന്ന്. റോഡ് ഗോയിങ്. ഓക്കെ, ഇനി എയർ ഗോയിങ് ആംബുലൻസസിൽ പറയുന്നത് ഹെലികോപ്റ്റേഴ്സും അതുപോലെ എയർക്രാഫ്റ്റുകൾ. ദെൻ വാട്ടർ ഗോയിങ് ആംബുലൻസ്, വെള്ളത്തിൽ കൂടി പോകുന്ന ടൈപ്പ് ആംബുലൻസിലാണെങ്കിലോ ബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റൽ ഷിപ്സ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ആംബുലൻസുകളുടെ ടൈപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ദെൻ ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്യണം ആംബുലറെ എന്നുള്ളതും അതിന്റെ മീനിങ്ങും അണ്ടർലൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ സെക്കൻഡ് പാരഗ്രാഫും കൂടി ഒന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അതിന്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വായിക്കുക. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റോട് കൂടി പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. കാരണം നമുക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ആംബുലൻസ് പോകുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യും, നിങ്ങൾ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ പോലും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പഠിച്ചതാണല്ലോ എന്ന് ഓർത്ത് നിങ്ങളൊന്ന് നോക്കണം ആംബുലൻസ് പോകുമ്പോ. ഓക്കെ, നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. എന്ത് പറ്റി? ഇപ്പഴേ നിങ്ങൾക്ക് വെക്കേഷൻ കിട്ടില്ല ഓർത്താണോ? വെക്കേഷനൊക്കെ കിട്ടുമല്ലോ, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഓണമൊക്കെ ആഘോഷിക്കാനുള്ള ടൈമൊക്കെ ഉണ്ട്. എന്തായാലും ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുക. ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എന്താ പറയാ ഒരു എനർജി ഇല്ലാണ്ട് റെസ്പോണ്ട് ഒന്നും ഇന്നില്ലെങ്കിൽ ഇങ്ങനെയാ ടീച്ചേഴ്സിനും ആവുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. ആണോ? ടീച്ചേഴ്സ് മാത്രം ഇങ്ങനെ ഒരു മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? കാര്യം നിങ്ങൾക്ക് അതുപോലെ ഇന്ററാക്ഷൻ ആയിട്ട് നമുക്ക് ടൈം ഇല്ല, എങ്കിലും നിങ്ങളുടെ മറ്റു രീതിയിലുള്ള റെസ്പോൺസുകൾ നമുക്ക് വേണമല്ലോ. കമന്റ് ആയിട്ട് ചെയ്യാം, കമന്റ് ചെയ്യാം അല്ലെ? ഓക്കെ, നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള ബാച്ച് ആണോ എന്നാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്. ഇനി അത് മാറ്റി പറയുന്ന ഒരു രീതി വരുത്തണ്ട. ഓക്കെ, നല്ല സ്റ്റുഡൻസ് ആണ്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അല്ലെ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, ക്ലിയർ ആണല്ലോ എന്താണ് ആംബുലൻസ് എന്നുള്ളൊരു ഔട്ട്ലൈൻ ഒക്കെ നമുക്ക് കിട്ടി. ഇനിയാണ് നമ്മൾ ആംബുലൻസിന്റെ പ്രത്യേകമായിട്ടുള്ള ഭാഗങ്ങളിലോട്ട് എടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ,
പിന്നെ നമ്മൾ നോക്കുന്നത് ഫങ്ഷണൽ ടൈപ്സ് ആണ്. പല ടൈപ്സിലുള്ള ആംബുലൻസുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇതില് പല ടൈപ്സ് പഠിക്കുമ്പോഴും ചില ടൈപ്സുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും, ചിലത് നിങ്ങൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നതുമായിരിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ചില കാര്യങ്ങളെ ചില ടൈപ്സ് നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് പരിചിതമായിട്ടുള്ളതായിരിക്കാം, ചിലത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നതുമുണ്ട്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് നമുക്ക് ആ ടൈപ്സുകളുടെ പേരുകൾ മാത്രം ഒന്ന് നോക്കാം, എന്നിട്ട് അത് ഓരോന്നും എന്താണെന്ന് കൂടി നോക്കണം. ഫസ്റ്റ് വൺ എമർജൻസി ആംബുലൻസ്, ദെൻ സെക്കൻഡ് ടൈപ്പ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, ദെൻ മൂന്നാമത്തെ ടൈപ്പ് ആംബുലൻസ് ബസ്, ദെൻ ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ് ആൻഡ് സൈക്കാട്രിക് ആംബുലൻസ്. 7 ടൈപ്സ് ഓഫ് ആംബുലൻസ് ആണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ പരിചയപ്പെടുമ്പോ തന്നെ നമ്മൾ അത് പഠിക്കുകയാണ്. ഇനി നമ്മൾ അതിന് വേണ്ടി എക്സ്ട്രാ ഒന്നും സമയം കണ്ടെത്തുന്നില്ല, നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കില്ലേ? എന്റെ ഒപ്പം നിങ്ങൾ വായിച്ചത് പഠിച്ച് പോയിക്കൊള്ളണം. എളുപ്പമാണ്, മനസ്സിലാക്കി പഠിക്കാനുള്ളൂ. അതുകൊണ്ടാണ് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ചാപ്റ്റേഴ്സുകൾ നമുക്ക് ക്ലാസ്സിലൂടെ വെച്ച് അങ്ങനെ പഠിക്കണം. റെഡിയാണോ പഠിക്കാനായിട്ട്? ആണോ? ഇവിടെ ഉഷാറൊന്നും ആയിട്ടില്ലല്ലോ. ഇത് രാവിലെ ആരും ചായ ഒന്നും കുടിക്കാണ്ടാണോ ഇരിക്കുന്നത്? ചായനെ കുറിച്ച് ഫ്രഷ് ആയിട്ടല്ലേ ക്ലാസ്സിൽ ഇരിക്കുന്നത്? ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ടൈപ്സ് നോക്കാം. ഫങ്ഷണൽ ടൈപ്സ്. എമർജൻസി ആംബുലൻസ്, ആ പേരിൽ തന്നെയുണ്ട് അല്ലെ എങ്ങനത്തെ ടൈപ്പ് ആംബുലൻസ് ആണെന്നുള്ളത്. എമർജൻസി ആംബുലൻസ്, അപ്പൊ നമുക്കറിയാം എമർജൻസി പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. നോക്കാം. ദ മോസ്റ്റ് യൂഷ്വൽ മോഡ് ഓഫ് ആംബുലൻസ് which gives care to patient with a critical illness or injury. അണ്ടർലൈൻ ചെയ്യാ, ആ ഒരൊറ്റ ലൈൻ അണ്ടർലൈൻ ചെയ്താൽ മതി. which gives care to patient with a critical illness or injury. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇഞ്ചുറിയോ ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത ഒരൊറ്റ ലൈൻ അണ്ടർലൈൻ ചെയ്താൽ മതി. പേഷ്യന്റ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. ഇനി ദീസ് ക്യാൻ ബി റോഡ് ഗോയിങ് വാൻസ്. ഇത് പല ടൈപ്പ് ആംബുലൻസുകൾ ഉണ്ടെന്ന്. റോഡ് ഗോയിങ് വാൻസ് ഉണ്ട്, ബോട്ട്സ് ഉണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ് ഉണ്ട്, അതുപോലെ എയർക്രാഫ്റ്റ് ഉണ്ടാകാം. നോൺ ആസ് എയർ ആംബുലൻസസ്, എയർ ആംബുലൻസുകൾ, ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ് സച്ച് ആസ് ഗോൾഫ് കാർട്ട് പോലുള്ള കൺവേർട്ടഡ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ടാവാം. ഇനി ഗോൾഫ് കാർട്ട് എന്താണെന്ന് അറിയോ? അറിയില്ലാത്തവരുണ്ടോ ആരെങ്കിലും? ഗോൾഫ് കാർട്ട് എന്താണെന്ന്? ബാക്കി റോഡ് ഗോയിങ് വാൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഹെലികോപ്റ്റേഴ്സ് അറിയാം, എയർ ആംബുലൻസസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇനി ഗോൾഫ് കാർട്ട് കേട്ടിട്ടുണ്ടോ? ഗോൾഫ് കാർട്ട് കണ്ടിട്ടുണ്ടാവും, പേര് ചിലപ്പോ പരിചയം ഉണ്ടാവില്ല. ഗോൾഫ് കാർട്ട് കേട്ടിട്ടുണ്ടാവില്ലല്ലോ, കേട്ടിട്ടില്ല. ഇനി സംഭവം ഞാൻ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒന്നിലധികം ആളുകളെ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളുടെ മാളുകളിലൊക്കെ ഉണ്ടാകും ഇതുപോലെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ചുറ്റിക്കറങ്ങി കാണാനും. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ആണെങ്കിലും ഇതുപോലെ നമ്മൾ മൗണ്ട് ചെയ്ത് ചുറ്റി കാണിക്കുന്ന ഒരു ചെറിയൊരു വെഹിക്കിൾ പോലത്തെ ഒരു എന്താ പറയാ, ഒരു ലേറ്റി ആയിട്ടുള്ളത്, ഒരുപാട് പേർക്ക് ബസ്, ഏകദേശം ഒരു ബസ് പോലെ എന്ന് പറയാം, ഓപ്പൺ ഒക്കെ ആയിരിക്കും. മനസ്സിലായോ? ഞാൻ പിക്ചർ എടുത്തിട്ടില്ല, നിങ്ങൾക്ക് ഏകദേശം പറയുമ്പോ ഒരു പിക്ചർ എടുത്തിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ ഞാൻ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഏകദേശം കുറച്ച് പേർക്കൊക്കെ എയർപോർട്ടിലൊക്കെ ഉണ്ടാകും, എയർപോർട്ടിലൊക്കെ കാണാം. മനസ്സിലായോ? ഓക്കെ, പിക്ചർ ഇടണമെന്ന് വിചാരിച്ചു, പിക്ചർ കിട്ടില്ല, വിട്ടുപോയത്. ക്ലിയർ ആയോ? സൂയിലൊക്കെ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കാഴ്ചകളൊക്കെ ചുറ്റിക്കാണാനൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം അല്ലെ. മാളുകളിൽ എനിക്ക് തോന്നുന്നുണ്ടാവാൻ തോന്നുന്നു, കുറച്ചുകൂടി വലിയ മാളിലൊക്കെ ആണെങ്കിൽ. ഇനി മനസ്സിലാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ, ഗോൾഫ് കാർട്സ് എന്ന് പറഞ്ഞു. സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ പേര് നിങ്ങൾക്കത് അറിയില്ലായിരിക്കാം. ഓക്കെ, അപ്പൊ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ, ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എമർജൻസി ആംബുലൻസ് നമ്മൾ പഠിച്ചോ? ക്രിട്ടിക്കലി ഇൽനെസ് ഓർ ഇഞ്ചുറി ആയിട്ടുള്ള പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എമർജൻസി ആംബുലൻസ്. ഓക്കെ, രണ്ടെണ്ണം പറഞ്ഞതിന് ശേഷം രണ്ടെണ്ണം വെച്ച് നമുക്ക് വായിക്കാം കേട്ടോ. ഇനി രണ്ടാമത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. A vehicle which has the duty of transporting patient to from or between location of medical treatment such as hospital or dialysis center for non-urgent care. These can be vans, buses or other vehicle.
അതായത് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ റോഡിലൂടെ ആംബുലൻസ് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാൻ പറ്റും. ആംബുലൻസിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പൊ ഇനി നോക്കണം, ശ്രദ്ധിക്കണം. ഇനി ആംബുലൻസ് ഒക്കെ പോകുമ്പോ ജസ്റ്റ് നോക്കണം ഈ പേരുകളൊക്കെയാണോ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കാമല്ലോ. ഇത് നോക്കണം. നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസുകളൊന്നും അല്ല. ചിലപ്പോൾ നമ്മൾ പേഷ്യൻസിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാകാം. അല്ലെങ്കിൽ അതുപോലെ ഡയാലിസിസ്, ഇപ്പൊ പേഷ്യന്റിന്റെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പേഷ്യന്റിന്റെ ആംബുലൻസിൽ കൊണ്ട് ഡയാലിസിസ് സെന്ററിൽ കൊണ്ടുപോയി ഡയാലിസിസ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് തിരികെ ആംബുലൻസിൽ തന്നെ വീട്ടിൽ തിരിച്ചെത്തിക്കുന്നു. നോൺ അർജന്റ് കെയർ ആണ്. അതായത് വലിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസസുകളൊന്നും അല്ല. നമ്മൾ പേഷ്യന്റിന് എന്താണ് ഒരു ലൊക്കേഷനിൽ നിന്നും ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ക്ലിയർ ആണോ? ഇനി 1, 2, 3 വായിച്ചു നോക്കാം കേട്ടോ. 1, 2 വായിച്ചു നോക്കാം. എമർജൻസി വായിക്കണം, പേഷ്യന്റ് ട്രാൻസ്പോർട്ടും വായിക്കാം. മനസ്സിലാക്കി വായിക്കണേ. കംപ്ലീറ്റ് ചെയ്തോ? 2 ടൈപ്സുകൾ, എമർജൻസി ആൻഡ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇനി 3ാമത്തെ ടൈപ്പ് നോക്കാം. ആംബുലൻസ് ബസ്. ആംബുലൻസ് ബസ്. A huge ambulance usually based upon a bus chassis. അതായത് ബസ് പോലെ തന്നെയാണ്. A huge ambulance ആണ്, ഏകദേശം ഒരു ബസ് പോലെ. That can move out, transport a great number of patients. ഒന്നല്ല, ഒരുപാട് പേഷ്യൻസ് നമുക്ക് അതിൽ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10-15 പേഷ്യൻസിനെ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായി, വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി, അപ്പൊ ഒരുപാട് പേർക്ക് പരിക്കേറ്റു. ദെൻ നമുക്ക് അത്രയും പേര് ഒരുമിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യിക്കാനായിട്ട് ഒരു ബസ് ആംബുലൻസ് ബസ് ഉപയോഗിക്കാം. ഓക്കെ, ബസ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒന്നല്ല കൂടുതൽ പേരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഒരു 10-15 പേഷ്യന്റിന് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആംബുലൻസ് ബസ്. ക്ലിയർ ആണല്ലോ ആംബുലൻസ് ബസ്. ഇനി 4ാമത്തത് നോക്കാം, ചാരിറ്റി ആംബുലൻസ്. ചാരിറ്റി ആംബുലൻസ്. ചാരിറ്റി ആംബുലൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലും ഒരുപാട് ചാരിറ്റികളുടെ ആംബുലൻസുകൾ ഉണ്ടാകും ഇല്ലേ? ഏതൊക്കെയാണ് എക്സാമ്പിള്? 1-2 പേരുകൾ പറഞ്ഞേ. നിങ്ങളുടെ നാട്ടിൽ കണ്ടിരിക്കുന്ന ചാരിറ്റി ആംബുലൻസ്. ഓരോ സംഘത്തിന്റെയൊക്കെ ഉണ്ടാവും ആംബുലൻസുകൾ ചാരിറ്റി ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്നും കണ്ടിട്ടില്ലേ ചാരിറ്റി ആംബുലൻസ്? നിങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു ചാരിറ്റി ആംബുലൻസുകളും ഇല്ല. ഏതൊക്കെയാണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ചാരിറ്റി ആംബുലൻസിന്റെ പേരാണോ? ബാങ്ക് ആംബുലൻസ്. അതുപോലെ തന്നെ എന്താണ് വേറെ ആംബുലൻസുകൾ ഏതൊക്കെയാണ് ചാരിറ്റിയുടെ കീഴിലുള്ളത്? പാലിയേറ്റീവ് ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ എന്താ പറയാ, സേവാ സമാജത്തിന്റെ ഒക്കെ ഉണ്ടാകും അല്ലെ, പ്രാർത്ഥനാ സമാജം, അങ്ങനെ ഫൗണ്ടേഷൻസിന്റെ ഒക്കെ ഉള്ള ആംബുലൻസുകൾ അല്ലെ. കുറച്ചു പേർക്കൊക്കെ അറിയാം, സ്വാന്തനം അല്ലെ, കുറച്ചു പേർക്ക് ഇതൊന്നും അറിയില്ല കേട്ടോ. നോക്കാം, ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത് ഈ പെക്യുലർ സേവാഭാരതിയുടെ ഉണ്ടാകും അല്ലെ. A peculiar mode of patient transport ambulance is given by charity for the purpose of taking sick children or adults on outings or vacations
away from hospitals. ഇപ്പോൾ മെയിൻ ആയിട്ട് ഈ ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എക്യുപ്മെന്റ്സുകളൊന്നും ഇല്ലാത്തൊരു ആംബുലൻസ് ആണ് കേട്ടോ. അപ്പൊ അത് ഇപ്പോ എന്തെങ്കിലും സിക്ക് ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് വരുന്ന ചിൽഡ്രൻസിനാണെങ്കിലും അഡൽട്ടിനാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിലോട്ടേക്ക് എത്തിക്കാനായിട്ട് ഈ ചാരിറ്റി ആംബുലൻസ് വിളിക്കാം. അതുപോലെ തന്നെ outing or vacations away from hospital. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയറിലുള്ള ആ വ്യക്തികളാ അവരെ അവിടെ ഇവിടെ കൊണ്ടുപോകാനൊക്കെ ഈ ആംബുലൻസിൽ തന്നെയാണ് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ പാലിയേറ്റീവ് കെയറിലുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയൊക്കെ അവര് ഓരോ സ്ഥലങ്ങളിലോട്ടും കൊണ്ടുപോകാനും എനിവേ എന്തെങ്കിലും വെക്കേഷൻ എവിടെയെങ്കിലും പോകാനൊക്കെ ആണെങ്കിലും അവർ ഈ ആംബുലൻസ് തന്നെ ഉപയോഗിക്കാണ്. Or care homes where they are long-term care. അതായത് ഹോസ്പിറ്റൽസ് ഇപ്പോ ഈ പാലിയേറ്റീവ് അഭയ കേന്ദ്രങ്ങളിലുള്ളവരേക്കോ അല്ലെങ്കിൽ ഹോം കെയറിലോട്ടൊക്കെ കൊണ്ടുപോകാനോ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഈ ഒരു ചാരിറ്റി ആംബുലൻസ് ഉപയോഗിക്കാണ്. പേഷ്യന്റ് ട്രാൻസ്പോർട്ടിന് വേണ്ടി മാത്രമല്ല, അല്ലാതെ ഇതുപോലെ എന്താ പറയാ സ്റ്റാഫുകളെ കൊണ്ടുപോകാനും അതുപോലെ അവർക്ക് എന്തെങ്കിലും ഔട്ടിങ്സിന് പോകാനും ഒരുമിച്ച് അങ്ങനെയൊക്കെ പോകാനും നമുക്ക് ഈ ചാരിറ്റി ആംബുലൻസ് ഉപയോഗിക്കാം. Then examples ആണ് പറയുന്നത് include United Kingdom's Jambulance Project. അതായത് യുണൈറ്റഡ് കിങ്ഡത്തിലെ എന്താണ് ഒരു ജംബുലൻസ് പ്രൊജക്ട് ഉണ്ടെന്ന്. അതായത് അവിടുത്തെ ഒരു ചാരിറ്റി ആംബുലൻസ് ആണ് ഈ ജംബുലൻസ് പ്രൊജക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. These are commonly based on bus. ഒരു ബസ് പോലെ തന്നെ ഉള്ള ഒരു ആംബുലൻസ് ആണ് ഈ ജംബുലൻസ് പ്രൊജക്ട്. അതായത് അവിടുത്തെ ഒരു ചാരിറ്റി ആംബുലൻസ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ ചാരിറ്റി ആംബുലൻസ്? അതായത് പേഷ്യന്റിനെ നമുക്ക് അസുഖമുള്ള പേഷ്യൻസിനെ ഒക്കെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇപ്പൊ പാലിയേറ്റീവ് കെയറുകളിലോട്ട് കൊണ്ടുപോകാനും അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ കൊണ്ടുപോകാനും ഇനി അവർക്ക് വെക്കേഷൻ എന്തെങ്കിലും ഔട്ടിങ് പുറത്തേക്കൊക്കെ പോകുവാനും ഈ ഒരു ആംബുലൻസ് ഉപയോഗിക്കാവുന്ന ചാരിറ്റി ആംബുലൻസ്. ഇനി അടുത്തത് കൂടി നമുക്ക് വായിക്കാം. ബാരിയാട്രിക് ആംബുലൻസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ബാരിയാട്രിക് ആംബുലൻസ് കേട്ടിട്ടുണ്ടായിരുന്നില്ല? ബാരിയാട്രിക് ആംബുലൻസ് ആരും കേട്ടിട്ടില്ല? നോക്കാം. A peculiar model patient transport ambulance designed for extremely overweight patient. Underline ചെയ്യാം. Overweight patient എന്നുള്ളത് ഒന്ന് underline ചെയ്യാം. Overweight patient equipped with the proper tools to move and manage this patient. ഓവർവെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. ഓവർവെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 100 അബോവിൽ വരുന്ന പേഷ്യൻസുകളെ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം എക്യുപ്മെന്റ്സുകളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. മറന്നു പോകുക ബാരിയാട്രിക് ആംബുലൻസ് എന്താണെന്ന്? ക്ലിയർ ആണോ? ഓവർവെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഏകദേശം ഒരു 100 അബോവിലൊക്കെ വരുന്ന പേഷ്യൻസുകളെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. അപ്പൊ അതിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാകും. ഓക്കെ, ബാരിയാട്രിക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇനി 2 ഫംഗ്ഷനും കൂടി അല്ലേ ഉള്ളൂ, ടൈപ്പുകളും കൂടി. അതുകൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് വായിച്ചാൽ മതിയോ? ചെറുതാണ്, കുഞ്ഞു പോയിന്റ്സ് ഉള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാം. Rapid organ recovery ambulance. Rapid organ recovery ambulance collects the bodies of individuals who have died suddenly from heart attacks, accidents, and other emergencies and try to preserve the organs. അല്ലേ? അതായത് സഡൻലി ഡെത്ത് സംഭവിക്കുന്ന വ്യക്തികളുടെ ഡെഡ് ബോഡീസ് കളക്ട് ചെയ്യാൻ എത്തുന്ന ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നു, ആള് സഡൻലി ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ ആളുടെ ഓർഗൻസ് ചിലപ്പോൾ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കും. അല്ലെ? അപ്പൊ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് ആ ബോഡിയിൽ നിന്ന് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കണം. സോ ഈ ഡെഡ് ബോഡി എത്രയും പെട്ടെന്ന് അത് നമുക്ക് എന്താ പ്രിസർവ് ചെയ്യാനായിട്ട്, പ്രിസർവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി നമുക്ക് സൂക്ഷിക്കാൻ, കീപ്പ് ചെയ്യാനായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. സഡൻ ഡെത്ത് സംഭവിക്കുന്ന ഡെഡ് ബോഡീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്യുന്നത്? ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് വൺ, സൈക്കാട്രിക് ആംബുലൻസ്. ആംബുലൻസ് committed to treat psychiatric emergencies. അതായത് സൈക്കാട്രിക് ആയിട്ട് മാനസികപരമായിട്ടുള്ള അത്യാഹിതങ്ങള്, മാനസിക രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കുള്ള എമർജൻസികൾ, അവർക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സൈക്കാട്രിക് ആംബുലൻസ്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ അതിൽ ലഭ്യമായിരിക്കും. സൈക്കാട്രിക് ആംബുലൻസ്. അപ്പൊ മൂന്നാമത്തെ തുടങ്ങിയിൽ വായിക്കുന്നത് ആംബുലൻസ് ബസ് തുടങ്ങി വായിച്ചു നോക്കാം. മനസ്സിലാക്കി വായിക്കണേ, എളുപ്പമാണ്.
വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മൾ നോക്കിയത് ആംബുലൻസിന്റെ ഫങ്ഷണൽ ടൈപ്സ് ആണ്. പെക്യുലർ മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ആണ്. ഇപ്പൊ ഒരു ബസ് പോലെ അല്ലെങ്കിൽ ഓരോ മോഡലിനൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണെന്ന്. അപ്പോ ആംബുലൻസിന്റെ ഫങ്ഷണൽ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എമർജൻസി ആംബുലൻസ്, then patient transport, ambulance bus, charity ambulance, bariatric ambulance, and rapid organ recovery ambulance, then psychiatric ambulance. ക്ലിയർ ആണല്ലോ? 7 ടൈപ്സ് ആംബുലൻസുകള്. ക്ലിയർ ആണോ? ഫങ്ഷണൽ ടൈപ്സ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസ്. റോഡ് ആംബുലൻസ് അതായത് റോഡിൽ കൂടി നമ്മൾ കാണാറുള്ള ആംബുലൻസുകൾ, അത് പല ടൈപ്പ് ഉണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് ആദ്യം പറഞ്ഞു, നമ്മൾ റോഡിൽ കൂടി ആംബുലൻസുകൾ പോകുന്നത് കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾ നോക്കിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ നമ്മൾ റോഡിൽ കൂടി ആംബുലൻസുകൾ പോകുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ആംബുലൻസുകളാണ് പോകുന്നത്. അതായത് ആംബുലൻസിന്റെ പേര് വ്യത്യാസമുണ്ട്. ആംബുലൻസിന്റെ സൈഡിൽ പേര് എഴുതിയിട്ടുണ്ടാവുമല്ലോ, അത് എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പൊ ഈ വ്യത്യാസം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓരോ ടൈപ്പിലും ഓരോ പ്രത്യേകം ലെവലിലുള്ള പേഷ്യൻസുകളായിരിക്കും അതിനുള്ളിലുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പേഷ്യന്റിന്റെ ലെവൽ അനുസരിച്ചുകൊണ്ടാണ് ആംബുലൻസിന് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പല പേരുകളിൽ നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? പിന്നെ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് തുടങ്ങി ആംബുലൻസ് കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ടൈപ്പുകളൊക്കെ ഉണ്ടോ, ഈ പേരുകളാണോ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് types of road ambulances. ആക്ച്വലി ഏത് ടൈപ്സ് ആണ് എഴുതാത്തതെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംബുലൻസുകൾ പേര് എഴുതിയിട്ടുണ്ടാകും. പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നമ്മൾ റോഡ് ആംബുലൻസുകളിലെ ടൈപ്സ് എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ എന്തായിരിക്കാം? ഇതുപോലെ ആംബുലൻസ് ബസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ടൈപ്സ് ആണ്. റോഡ് ആംബുലൻസുകളിലെ പേര് നമ്മൾ തീർച്ചയായിട്ടും എഴുതിയിട്ടുണ്ട്. എല്ലാ ആംബുലൻസുകളിലും ഉണ്ടാകും. ഓക്കെ, നോക്കുക, പഠിക്കാട്ടെ. നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കാം. ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നോക്കാനായിട്ട് അറിയില്ലായിരിക്കാം, കൂടുതലായിട്ട് നോക്കാനായിട്ടുള്ള എന്താ പറയുക കൺഫ്യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കും. ഓക്കെ, നോക്കാം. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ നോർമലി റോഡിൽ കൂടി കാണുന്ന ആംബുലൻസുകളുടെ ടൈപ്പുകളാണ്. അതായത് ഈ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിന്റെ ലെവൽ ഓഫ് കെയർ അനുസരിച്ചുകൊണ്ടാണ് ആംബുലൻസിനെ നമ്മൾ 4 ടൈപ്പുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസസ്. അപ്പോ ടൈപ്പ് 4 ടൈപ്പാണ്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ഡി. ഇനി ഇത് ചുമ്മാ ടൈപ്പ് എ എന്നുള്ള ഒരു ഫോർമാറ്റിൽ എഴുതിയിരിക്കുന്നതല്ല. ടൈപ്പ് എ എന്ന് പറയുന്നത് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ആംബുലൻസിന്റെ പേരാണ് കേട്ടോ, മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ടൈപ്പ് ബി എന്ന് പറയുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ഓക്കെ, ടൈപ്പ് സി എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ടൈപ്പ് ഡി എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, ഈ 4 ടൈപ്പ് ആംബുലൻസ് ആണ് നമ്മൾ നോർമലി റോഡിൽ കൂടെ പോകുന്നത് കാണാറുള്ളത്. ഈ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഈ ഫസ്റ്റ് റെസ്പോണ്ടർ ചിലപ്പോൾ നിങ്ങൾ അധികം കാണാൻ ചാൻസ് ഇല്ല. ബാക്കി 3 ടൈപ്പും നമ്മൾ നോർമലി ട്രാഫിക്കിലൊക്കെ കാണുന്ന, നമ്മുടെ റോഡിൽ കൂടി കാണുന്ന ആംബുലൻസുകളാണ്. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് നേടിയിട്ടുള്ള ആംബുലൻസുകൾ ഉണ്ട്. അതുപോലെ ബേസിക് ലൈഫ് സപ്പോർട്ട് നേടിയ ആംബുലൻസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ എന്താണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകൾ. ഈ 3 പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാകും. ഏതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇത് പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ചോദിക്കും അടുത്ത ക്ലാസ്സുകളിൽ ആംബുലൻസ് ശ്രദ്ധിച്ചോ? ഞാൻ ചോദിക്കോട്ടെ, എന്തായാലും ശ്രദ്ധിക്കണം. ഓക്കെ, അഡ്വാൻസ്ഡ് കണ്ടിട്ടുണ്ട്, ടൈപ്പ് ബി കണ്ടിട്ടുണ്ട്. ടൈപ്പ് ബിയും സിയും ഡിയും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ എല്ലാത്തിന്റെയും പേര് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി ആംബുലൻസുകൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം ഏതാണത്, ടൈപ്പ് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് നോക്കാം. പിന്നെ നമ്മൾ ഓരോ ആംബുലൻസിലും ഏത് തരത്തിലുള്ള പേഷ്യന്റ് ആണെന്ന് കൂടി പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആംബുലൻസ് പോകുമ്പോൾ അറിയാൻ പറ്റും ആ ആംബുലൻസിൽ ഇന്ന തരത്തിലുള്ള പേഷ്യന്റ് ആണ് പോകുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. അപ്പൊ ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ
First one, type A, medical first responder. Formed as per CMVR, underline ചെയ്യാ, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരമാണ് ഈ ഒരു മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസ് നിർമ്മിച്ചിരിക്കുന്നത്. CMVR ഫുൾ ഫോം ചോദിക്കും കേട്ടോ, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്. ഇനി not able to carry patients who are lying horizontally with the face and torso facing up. എന്താ പറയുന്നത് ഇവിടെ? അതായത് ടോർസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി, ശരീരം. Not able to carry patient, അതായത് ഹൊറിസോണ്ടലി വിത്ത് ഫേസ്. നമ്മൾ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടലി ആയിട്ട് നമ്മൾ കിടത്തിക്കൊണ്ടാണ് ആംബുലൻസ് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് അല്ലെ. നോർമലി നമ്മൾ ഫേസ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ കിടത്തിക്കൊണ്ടാണ് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടറിലേക്ക് കിടത്തിക്കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അതായത് നമ്മുടെ ബോഡി ഇങ്ങനെ ഹൊറിസോണ്ടലിലേക്ക് കിടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. നോട്ട് അവൈലബിൾ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിൾ, മെഡിക്കൽ ഫെസിലിറ്റികളൊന്നും അതിനകത്തില്ല. അതായത് വലിയ ചെറിയ പരിക്കുകളൊക്കെ ആണെങ്കിൽ ആളൊന്ന് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു വാഹനം എന്നത് മാത്രമേ ഉള്ളൂ മെഡിക്കൽ റെസ്പോണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? അതായത് ഒരുപാട് ഇത്തിരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ചെറിയ എന്തെങ്കിലും പരിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ പറ്റും. അല്ലാതെ പേഷ്യന്റിനെ കിടത്തി കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ടൈപ്പില് മെഡിക്കൽ ഫെസിലിറ്റികളൊന്നും ഇല്ല, എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ക്ലിയർ ആണോ? അതാണ് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക, മനസ്സിലാക്കി പഠിക്കുക. നിങ്ങള് കിടത്തിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ചെറിയ ചെറിയ പരിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. പക്ഷേ മെഡിക്കൽ സേവനങ്ങളൊന്നും അതിൽ ലഭിക്കില്ല. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് നോക്കാം. ടൈപ്പ് ബി, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോഡിലൂടെ പോകുമ്പോൾ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാകും. നോർമലി ക്രൂഡ് ബൈ സ്റ്റാഫ് വിത്ത് ലെസർ ക്വാളിഫിക്കേഷൻ ദാൻ ദി ക്രൂ ഓഫ് ആൻ എമർജൻസി ആംബുലൻസ്. പേഷ്യന്റിന് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ആംബുലൻസ്. ഷിഫ്റ്റ് ചെയ്യുമല്ലോ, ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നും അവിടെ ചിലപ്പോൾ ഫെസിലിറ്റികളും കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മളോട് പറയും ചിലപ്പോൾ കുറച്ചും കൂടി മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാട്ടോ എന്ന് പറയും അല്ലേ. അപ്പൊ അതിലും ചിലപ്പോൾ ഒരു സ്റ്റാഫ് ഉണ്ടാകും കൂടെ, അത്യാവശ്യം ക്വാളിഫിക്കേഷൻ സ്റ്റാഫുകളായിരിക്കും. ഒരുപാട് എമർജൻസി ആംബുലൻസ് ഒന്നും അല്ല, ക്രിട്ടിക്കൽ പേഷ്യൻസ് ഒന്നും ആയിരിക്കില്ല. Then duty of transporting patients to from or between place of medical treatment such as hospital. ഹോസ്പിറ്റലുകളിലോ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് അല്ലെ. അപ്പൊ ടൈപ്പ് എ എന്ന് പറയുന്നത് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ്. ടൈപ്പ് ബി എന്ന് പറയുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ടൈപ്പ് എയും ടൈപ്പ് ബിയും പെട്ടെന്ന് വായിച്ചു നോക്കുക, വായിക്കണേക്കൊപ്പം പഠിച്ചും കൂടി പോകണം കേട്ടോ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഡിസ്റ്റർബ്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണോ? വായിച്ചോ ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി? ഇനി നമുക്ക് നോക്കാം ടൈപ്പ് സി. ടൈപ്പ് സി എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അത് കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് നോക്കാം. A vehicle designed for efficiency and comfort in the working environment, suitably equipped and suitably staffed for the transport and treatment of patients, requiring non-invasive airway management and basic monitoring. അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട്, അതായത് നമുക്ക് ജീവൻ നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള
പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ആംബുലൻസ് ആണ് ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ആംബുലൻസിൽ ഒരുപാട് ക്രിട്ടിക്കൽ അല്ല എങ്കിലും നോൺ ഇൻവാസീവ് എയർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കിലോ വായിലൊക്കെ ട്യൂബർ ഇട്ടിട്ടുള്ള പേഷ്യൻസിനെ ആയിരിക്കും നമ്മൾ ഈ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ കൊണ്ടുപോകുന്നത്. അതായത് അവർക്ക് തനിയെ ബ്രീത്തിങ് സാധ്യമല്ലാത്ത ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടാകാം ട്യൂബർ ഇട്ടിട്ടുള്ള പേഷ്യൻസ്, എങ്കിലോ നോൺ ഇൻവാസീവ് ആണ്, അത്ര ക്രിട്ടിക്കൽ അല്ലാണ്. ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വഷളാവുകയോ ആക്രമണമാകുക എന്ന് പറയില്ലേ, അങ്ങനെ സിറ്റുവേഷൻ അല്ല. എങ്കിലും എയർവേ ഇട്ടിട്ടുണ്ടാകും, ട്യൂബൊക്കെ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് ഒക്കെ ആവശ്യമായിട്ടുള്ള പേഷ്യൻസുകളാണ്. സോ ആംബുലൻസിന്റെ ഉള്ളിൽ അത്യാവശ്യം വേണ്ടുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്യുപ്പേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫ് അതിൽ ഉണ്ടായിരിക്കും. പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുകളും അതിൽ ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ ബേസിക് മോണിറ്ററിംഗ് ആ ആംബുലൻസിന്റെ ഉള്ളിൽ പേഷ്യന്റിന്റെ ആവശ്യമായിട്ടുള്ള മോണിറ്ററിംഗ് ചെയ്യും. ഇപ്പോൾ മോണിറ്ററിംഗ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, എന്താ പറയാ, നമ്മള് പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ മോണിറ്റർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ ഓക്സിജൻ ലെവൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കും. It is arranged with life support equipments. ഏതൊക്കെയാണെന്ന് താഴെ കൊടുത്തിട്ടുണ്ട് എക്യുപ്മെന്റ്സുകള്. ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാകും, BP മോണിറ്റർ ഉണ്ടാകാം, സ്റ്റെതസ്കോപ്പ്. ഇതൊക്കെ ഈ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ലഭ്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പോകുമ്പോൾ ശ്രദ്ധിക്കണം, ട്യൂബൊക്കെ ഇട്ട പേഷ്യൻസ് എന്നാണെന്ന് ഓർക്കുക. അതുപോലെ ആ പേഷ്യൻസിന് ഒരുപാട് ക്രിട്ടിക്കൽ അല്ല എങ്കിലും എയർവേ ഒക്കെ ഉള്ള പേഷ്യന്റ് ആണ്, ദെൻ മോണിറ്റർ ചെയ്യുന്നുണ്ടാകും. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ടൈപ്പ് സി ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആണോ? ഓക്കെ, ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക, അതിന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് പേഷ്യൻസിനെ നമ്മൾ അതുപോലെ, അതായത് ഇപ്പൊ ട്യൂബൊക്കെ ഇട്ടിട്ടുള്ള പേഷ്യൻസ്, ബേസിക് സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനാണ് നമ്മൾ ഈ ടൈപ്പ് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോ എയർവേ ഇട്ടത്, ഓക്സിജൻ മാസ്ക് ആവശ്യമായിട്ടുള്ളതും ട്യൂബൊക്കെ ഇടുന്ന പേഷ്യൻസ് ഒക്കെയാണ് ഈ ഒരു ആംബുലൻസിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ചിലപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ആ സെയിം ആ ഒരു എക്യുപ്മെന്റ്സോട് കൂടി തന്നെ കൊണ്ടുപോകുന്നതാണ്. ദെൻ ബേസിക് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യുന്നു, BP മോണിറ്റർ ചെയ്യും, ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാകും, സ്റ്റെതസ്കോപ്പ് ഉണ്ടായിരിക്കും. ദെൻ അതിന് എക്യുപ്പേഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഈ ഒരു ആംബുലൻസിൽ അവൈലബിൾ ആണ്. അപ്പൊ ഭയങ്കര ക്രിട്ടിക്കൽ ഒന്നല്ല എങ്കിലും എന്താ എയർവേ ഇട്ടിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അതിലുള്ളത്. ഇനി നാലാമത്തെ ടൈപ്പ് നോക്കാം. ടൈപ്പ് ഡി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം, കാർഡിയാക് കെയർ ആംബുലൻസ്. കാർഡിയാക് കെയർ ആംബുലൻസ്. ഇനി എന്താണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്? ബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത്ര ക്രിട്ടിക്കൽ അല്ല നമ്മൾ പറഞ്ഞു. അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. A vehicle designed ergonomically equipped and suitably staffed for the transport and treatment of patients requiring invasive airway management, intensive monitoring. കണ്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞു നോൺ ഇൻവാസീവ് എയർവേ ആണ് അല്ലെ. ബേസിക്കലി നമ്മൾ പറഞ്ഞു പേഷ്യന്റ് നോൺ ഇൻവാസീവ് എയർവേ ആണ് എങ്കിലും നോൺ ഇൻവാസീവ് ആണ്, വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കണ്ടോ, ഇൻവാസീവ് എയർവേ, അതായത് ട്യൂബ് ഇട്ട പേഷ്യൻസുകളായിരിക്കും, പക്ഷെ ഇൻവാസീവ് ആവും, പെട്ടെന്ന് സിറ്റുവേഷൻ മാറാൻ ചാൻസ് ഉണ്ടെന്ന്. ക്ലിയർ ആണ്. അതായത് മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസുകളാണ്
എന്താ ടൈപ്പ് ഡിയിൽ വരുന്നത്. ഇനി എ വെഹിക്കിൾ ഡിസൈൻഡ് എർഗോണമിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിൾ ആണ്. ദെൻ പേഷ്യന്റിന് നമ്മൾ ഇൻവാസീവ് എയർവേ ആണ്. ഇന്റൻസീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റൻസീവ് മോണിറ്ററിംഗ്. ഒരു ICUയിൽ എങ്ങനെയാണോ നമ്മൾ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്നത്, സെയിം ഒരു പ്രൊസീജിയർ ആയിരിക്കും ഈ ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ വരുന്നത്. ഒരുപാട് എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടായിരിക്കും പേഷ്യന്റിന് പ്രത്യേകം. നമ്മൾ ഒരു ICUയിൽ എങ്ങനെയാണോ പേഷ്യന്റിന് കെയർ കൊടുക്കുന്നത്, അതുപോലെ തന്നെ സെയിം കെയർ ഈ മൂവ് ചെയ്യുന്ന ടൈമിൽ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ, ട്രാൻസ്പോർട്ടിന്റെ ടൈമിൽ പേഷ്യൻസിന് സെയിം കെയർ മോണിറ്ററിംഗും ലഭിക്കുന്നു. ഓക്കെ, this is equipped with advanced life support machines. ഈ ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് പെട്ടെന്ന് ജീവൻ രക്ഷിക്കാനായിട്ടുള്ള മെഷീൻസുകൾ ലഭ്യമാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡിഫിബ്രിലേറ്റേഴ്സ്. ഡിഫിബ്രിലേറ്റർ എന്താണ്? ഡിഫിബ്രിലേറ്റർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നും. A machine used to receive the heart. നമ്മുടെ ഹാർട്ടിനെ, ഹൃദയത്തിനെ പുനരുജ്ജീവിപ്പിക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ് ഡിഫിബ്രിലേറ്റർ. ഡിഫിബ്രിലേറ്റർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ചെറിയൊരു എന്താ പറയാ സ്ക്വയർ ടൈപ്പ് കണ്ടിട്ടുണ്ടോ? ഡിഫിബ്രിലേറ്റർ കണ്ടിട്ടുണ്ടോ? ഓക്കെ, കണ്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഫിലിപ്പിൽ കണ്ടിട്ടുണ്ടതൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? നിങ്ങളാണോ അല്ലെങ്കിൽ വേറെ ക്ലാസ്സുകാരാണോ? നമ്മൾ രാജാറാണി മൂവിയൊക്കെ പറഞ്ഞത് ഇവിടെയല്ലേ പറഞ്ഞത്? ആണോ? നിങ്ങളാണോ പറഞ്ഞത്? രാജാറാണി മൂവിയിലെ ഡിഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്നത് പറഞ്ഞോ? ഇല്ല. ഓക്കെ, നിങ്ങൾ രാജാറാണി മൂവി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല അല്ലെ? കണ്ടിട്ടില്ല. ഓക്കെ, കണ്ടിട്ടുണ്ടോ? ഒരാണെങ്കിൽ അറിയാൻ പറ്റും. അതില് സോങ്ങിലാണെന്ന് തോന്നുന്നു അല്ലെ? പാട്ടിൽ സോങ്ങിലാണ് ഇതുപോലെ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഡിഫിബ്രിലേറ്റർ വെച്ച് നോക്കും, ഹൃദയത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെ? ഡിഫിബ്രിലേറ്റർ ഉണ്ടായിരിക്കും. Then ECG മെഷീൻ. ECG മെഷീൻ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു കീപ് ചെക്ക് ഓൺ ഹാർട്ട് റേറ്റ്. നമ്മുടെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഡിഫിബ്രിലേറ്റർ യൂസ് ചെയ്യും. സോറി, ECG ഉപയോഗിക്കുന്നത്. Then വെന്റിലേറ്റേഴ്സ്, ഓക്സിജൻ സിലിണ്ടർ, അതുപോലെ തന്നെ പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് പൾസ് ഓക്സിമീറ്റർ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന്. കണ്ടോ? അത് പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. കാർഡിയാക്കിലെ കുറച്ച് അണ്ടർലൈൻ ചെയ്യാനുണ്ട്. ഞാൻ വായിച്ചതിന് ശേഷം പറയാം കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്? ഡിഫിബ്രിലേറ്റർ ഉപയോഗിക്കുന്നു. ഡിഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മെഷീൻ യൂസ്ഡ് ടു റെസ്ക്യൂ ഹാർട്ട്. Then ECG ഉപയോഗിക്കുന്നത്. ECG മെഷീൻ യൂസ്ഡ് ടു ചെക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ. Then വെന്റിലേറ്റേഴ്സ് ഉണ്ടാകും. Then ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെക്ക് ഫോർ എമൗണ്ട് ഓഫ് ഓക്സിജൻ. നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ റേറ്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. Then resuscitation kit. Resuscitation kit എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് എന്താ പറയാ ഓക്സിജൻ മാസ്ക് അങ്ങനെയുള്ള resuscitation kit. സക്ഷൻ മെഷീൻ, സക്ഷൻ ചെയ്യാനായിട്ടുള്ള മെഷീൻ. നെബുലൈസർ, BP apparatus. സക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചെടുക്കാന്ന് പറയില്ലേ, അങ്ങനെയുള്ള മെഷീൻസ്. ഇപ്പൊ ഫ്ലൂയിഡ്സ് മറ്റും ഇപ്പൊ ട്യൂബൊക്കെ ഇട്ട പേഷ്യന്റ് ആയിരിക്കുമല്ലോ. ഇപ്പൊ ഫ്ലൂയിഡ്സ് ഒക്കെ കൂടുകയാണെങ്കിൽ അതിനെ വലിച്ചെടുക്കാനായിട്ടുള്ള മെഷീനാണ് സക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സക്ഷൻ ചെയ്യുന്നത്. നെബുലൈസർ ആൻഡ് BP apparatus. BP നോക്കുന്ന ഉപകരണം ഉണ്ടാകും. നെബുലൈസർ. ഇത്രയും എക്യുപ്മെന്റ്സുകളാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടാകുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എക്യുപ്മെന്റ്സുകൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വായിച്ചു നോക്കാം. ടൈപ്പ് ഡി, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്.
ആ ഓരോ എക്യുപ്മെന്റ്സുകളും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ ബ്രാക്കറ്റില്. ഇപ്പൊ ഡിഫിബ്രിലേറ്റർ എന്താണ്, ECG എന്താണ്, അതുപോലെ പൾസ് ഓക്സിമീറ്റർ മൂന്നിന്റെയും ബ്രാക്കറ്റില് എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ദെൻ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർഡിയാക് കെയർ ആംബുലൻസ്. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തു നാലാമത്തെ ടൈപ്പ്. അപ്പൊ നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസസ് ആണ്. ഇമ്പോർട്ടന്റ് ആണത്, പഠിക്കണം. ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. പേഷ്യന്റിന്റെ ലെവൽ ഓഫ് കെയർ അനുസരിച്ചുകൊണ്ട് നമ്മൾ റോഡിൽ കൂടിയുള്ള ആംബുലൻസിനെ 4 ടൈപ്പുകളായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ടൈപ്പ് എ എന്ന് പറയുന്നത് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ്. CMVR റൂൾസ് പ്രകാരമാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ പേഷ്യന്റിനെ നമുക്ക് ഹൊറിസോണ്ടലി ആയിട്ട് കിടത്തിക്കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ദെൻ മെഡിക്കൽ ഫെസിലിറ്റികളൊന്നും അവൈലബിൾ അല്ല. ടൈപ്പ് ബി എന്ന് പറയുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ്. ദെൻ അതിൽ അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടാവും. ദെൻ എന്താ പേഷ്യൻസിനെ മറ്റു ഹോസ്പിറ്റലിലോട്ടൊക്കെ ട്രീറ്റ്മെന്റ്സിന് വേണ്ടി കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ദെൻ ടൈപ്പ് സി എന്ന് പറയുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ഇവിടെ പറയുന്നത് നോൺ ഇൻവാസീവ് എയർവേ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനാണ്. അതിൽ ബേസിക് ആയിട്ട് മോണിറ്ററിങ് ചെയ്യുന്നു, എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾ അതിൽ അവൈലബിൾ ആണ്. ദെൻ അതിലുള്ള എക്യുപ്മെന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരിക്കും, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്. ലാസ്റ്റ് വൺ ടൈപ്പ് ഡി എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. മറ്റൊരു പേര് അറിയപ്പെടുന്നത് കാർഡിയാക് കെയർ ആംബുലൻസ്. ഇതിനെ ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്യുപ്പേർഡ് ആണ്. അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിന് ഇൻവാസീവ് എയർവേ, മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, ഇൻവാസീവ് എയർവേ ആണ്. സോ ഇന്റൻസീവ് മോണിറ്ററിംഗ്, ഒരു ICUലുള്ള മോണിറ്ററിംഗ് എങ്ങനെയാണോ അതുപോലുള്ള ഒരു മോണിറ്ററിംഗ് ആണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് മെഷീൻസുകൾ ഉണ്ട്, ഡിഫിബ്രിലേറ്റർ ഉണ്ട്, ECG മെഷീൻസ്, വെന്റിലേറ്റേഴ്സ്, ഓക്സിജൻ മാസ്ക്, നെബുലൈസർ, ദെൻ BP സക്ഷൻ മെഷീൻ തുടങ്ങിയ എക്യുപ്മെന്റ്സുകൾ അതിൽ അവൈലബിൾ ആണ്. ദെൻ എക്യുപ്പൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഈ ഒരു ആംബുലൻസിൽ അവൈലബിൾ ആണ്. ഓക്കെ, പഠിച്ചോ 4 ടൈപ്പുകള്? ക്ലിയർ ആണോ 4 ടൈപ്പുകള്? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എക്യുപ്മെന്റ്സുകളാണ്. ആംബുലൻസിൽ ഉപയോഗിക്കുന്ന മറ്റ് എക്യുപ്മെന്റ്സുകൾ. ഇതൊക്കെ നമ്മൾ നോർമലി ഓരോ ടൈപ്പ് ആംബുലൻസുകളിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളാണ്. ഇനി അതിൽ കൂടാതെ വരുന്ന എക്യുപ്മെന്റ്സുകളാണ് ഇനി വരുന്നത്. ഓക്കെ, സ്പീഡാണോ പോകുന്നത്? കുഴപ്പമുണ്ടോ? ഓക്കെ ആണോ? പെട്ടെന്ന് എടുത്തെടുത്ത് പോയി. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് മെഡിക്കൽ ടേംസ് ഒന്നും വരണില്ല ഇതില്ല. അപ്പൊ അതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സ്പീഡ് കൂടുന്നുണ്ടോ? ഒരുപാട് എടുത്ത് പോയെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കാരണം ചിലപ്പോ ചില ചാപ്റ്റേഴ്സുകൾ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒരുപാട് മെഡിക്കൽ ടേംസ് ഒന്നും ഇല്ലാലോ. അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചാപ്റ്റർ ഓടി പോകും. അപ്പൊ എവിടെയെങ്കിലും സ്പീഡ് കൂടുന്നുണ്ടോ മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലേ അതെനിക്ക് സ്പീഡ് കൂടുതലാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഇങ്ങനെ ഓക്കെയാണോ, സ്പീഡ് ഓക്കെയാണോ, അല്ലെങ്കിൽ ഓരോന്നും ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിക്കുന്നത്. ചിലർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം അല്ലേ? ചില ആളുകളൊക്കെ മിസ് എന്തിനാണ് ഒരു പാരഗ്രാഫ് എടുത്തിട്ട് അത് വായിപ്പിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടാകാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്റെ എല്ലാ ക്ലാസ്സിലും ഫോളോ ചെയ്തത്. കാരണം വേറൊന്നും ഉണ്ടല്ല,
നോർമലി നമ്മൾ വിളിക്കുന്ന ആംബുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പും ആകാം. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മള് എമർജൻസിയിൽ നമ്മൾ 108 എന്ന ഒരു ആംബുലൻസിലാണ് വിളിക്കുന്നത്. അപ്പൊ അതിലും അത്യാവശ്യം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ഓരോ ടൈപ്സുകളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് അതിനനുസരിച്ചിട്ടുള്ള ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് ഈ ഒരു ടൈപ്പ് നമ്മൾ ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ട്യൂബ് ഇട്ട പേഷ്യന്റ് ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ ഓരോന്നിനും അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ 108 നമ്മൾ വിളിക്കുമ്പോൾ വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആയിരിക്കാം, അതായത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആയിരിക്കാം കൂടുതലായിട്ടും വരുന്നത്. നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടല്ലേ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ചും കൂടി അത് നമ്മളിപ്പോ 108 വിളിക്കുമ്പോൾ അവർ ചോദിക്കും, അത് പഠിക്കാനുണ്ട്, അടുത്ത സെക്ഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, മതിയോ? അടുത്ത സെക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു എമർജൻസി ആംബുലൻസ് വിളിക്കേണ്ടത്. അപ്പൊ നമ്മൾ 108 എന്ന് പറഞ്ഞ ആ നമ്പറിൽ വിളിക്കുമ്പോൾ എന്താണ് നമ്മളോട് ചോദിക്കും സിറ്റുവേഷൻ, എങ്ങനെയുള്ള പേഷ്യന്റ് ആണ്, ക്രിട്ടിക്കൽ ആണോ, ആക്സിഡന്റ് കേസ് ആണോ, നമ്മളോട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആംബുലൻസുകളെയാണ് അവർ വിടുന്നത്. ക്ലിയർ ആണോ? നമ്മൾ വിളിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ആംബുലൻസ് അല്ല വരുന്നത്. നമ്മളിപ്പോ ഒരു ആംബുലൻസ് 108 വിളിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മളോട് അവർ ചോദിക്കും. ഏത് സിറ്റുവേഷൻ ആണ്, ലൊക്കേഷൻ എവിടെയാണ്, എന്താണ് സംഭവിച്ചത്, ആൾക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ഒരുപാട് നേരം ചോദിച്ച് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, എങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ചോദിക്കും. അതിനനുസരിച്ച് കൊണ്ടുള്ള ആംബുലൻസിനെയാണ് അവർ വിടുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായത്? അടുത്ത സെക്ഷനിൽ ഇത് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തത്. എക്യുപ്മെന്റ്സ് കഴിഞ്ഞിട്ടേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. കണ്ടോ, എമർജൻസി സർവീസ് 108 എമർജൻസി സർവീസ് എങ്ങനെയാണ് നമ്മൾ വിളിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വിളിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, ടെൻഷൻ ഒന്നും ആവേണ്ട. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എക്യുപ്മെന്റ്സ് ആണ്. എക്യുപ്മെന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അത്യാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ഓഫ് ടൈപ്സ് ഒക്കെ പഠിച്ചു അല്ലെ. അടുത്ത ക്ലാസ്സിൽ പോലെ എക്യുപ്മെന്റ്സ് ഒരുപാട് കാലത്തെ വന്നുകൊണ്ട് ഒരുപാട് എടുത്തൊന്നും ബോറാക്കണില്ല നിങ്ങളെ. Then ബോറടിച്ചോ? ഫസ്റ്റ് ക്ലാസ്സിൽ വന്ന ആംബുലൻസ് ഒക്കെ എടുത്ത് ബോറടിച്ചോ? ആർക്കെങ്കിലും ഉറക്കം വന്നോ? ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഉറക്കം വരേണ്ട ഒരു കാര്യമില്ല അല്ലേ. ഓക്കെ, അപ്പൊ അതെല്ലാം ആക്റ്റീവ് ആയിട്ടൊക്കെ ഇരിക്കണം ക്ലാസ്സിൽ. ദെൻ നിങ്ങളുടെ റെസ്പോൺസ് ആണ് നമുക്ക് ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് അല്ലെ. നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, അതിൽ കുറെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ കാണുന്നില്ല, നിങ്ങൾ ചിലപ്പോ എന്താ പറയാ, ചിലപ്പോ ക്ലാസ് ഉറങ്ങി കേൾക്കുന്നവരുണ്ടാകാം, മറ്റെന്തെങ്കിലും പണികൾ ചെയ്തുകൊണ്ട് കാണുന്നവരുണ്ടാകാം അല്ലെ. അപ്പോ നമുക്ക് കാണുന്നില്ലല്ലോ, നിങ്ങൾ നമ്മളെ മാത്രം കാണുന്നുള്ളൂ അല്ലെ. നമുക്ക് മീറ്റ് ചെയ്യാൻ എന്തായാലും അല്ലെ, മീറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും വരില്ലേ? ക്ലാസ് ഒക്കെ കഴിഞ്ഞ സർട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യണം എല്ലാവരും അല്ലെ. അപ്പോ ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് എക്യുപ്മെന്റ്സുകളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ മേ ബി ഇനി നമ്മൾ കണ്ടുമുട്ടുന്നത് ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലെ. ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ കണ്ടുമുട്ടുന്നത്. സോ ഓണമൊക്കെ നന്നായിട്ട് അടിച്ച് പൊളിക്കാം, ആഘോഷിക്കാം. ഓക്കെ, അപ്പോ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. നന്നായിട്ട് ആഘോഷങ്ങളുടെ ഇടയിലും പഠനമൊന്നും വിട്ടു പോകരുത്. ആഘോഷിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു ഓൾ.